നമസ്കാരം. പ്ലസ് വണ്ണിലെ എൻ്റെ എല്ലാ മക്കൾക്കും ഇൻഫോമറിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കുന്നത്, അറിയാമല്ലോ. നിങ്ങളുടെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നുള്ള ചാപ്റ്റർ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ചാപ്റ്ററാണ്. അത് നമ്മളെടുത്തു, ആക്ടിവിറ്റീസും നമ്മൾ തന്നു. ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസർ തരാൻ അങ്ങ് വിട്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ കമൻറ്റ് കണ്ടപ്പോഴാണ് കേട്ടോ ഓർത്തത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ദ ഓഡിയൻസ്? എങ്ങനെയാണ് ഹോക്കിങ്സ് ഓഡിയൻസിനെ ഞെട്ടിച്ചത്, സ്റ്റാർട്ടിൽ ചെയ്തത് എങ്ങനെയായിരുന്നു? ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ദ ഓഡിയൻസ് ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഹീ തോട്ട് ദ എൻഡ് ഓഫ് തിയറട്ടിക്കൽ ഫിസിക്സ് വാസ് ഇൻ സൈറ്റ്. പിന്നെ ഇതിൻ്റെയാണ് തിയറട്ടിക്കൽ ഫിസിക്സിൻ്റെ എൻഡ് ഇൻസൈറ്റിലാണ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്ന് പറയുന്നു. രണ്ട്, സ്റ്റീഫൻ ഹോക്കിംഗ് did not appear to be a promising choice to lead any adventure. Why? ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ലീഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണ്? അദ്ദേഹത്തെ കണ്ടാൽ നമുക്കറിയാമല്ലോ എന്താണ്, അത് വീൽ ചെയറിലല്ലേ മക്കളെ ഇരിക്കുന്നത്. ഹി വാസ് നോട്ട് ഫിസിക്കലി വെൽ when one of his students his lecture to the audience. Hawking was sitting on a wheelchair. So, he is not capable of any adventure like escaping through time and space. ഇപ്പോൾ ടൈമിലും സ്പേസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ആളാണോ സ്റ്റീഫൻ ഹോക്കിംഗ്? അല്ല. കാര്യം എന്താ, അദ്ദേഹം വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ലെക്ചർ പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കൊളീഗ്സൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, വായിക്കുക. അത് കാര്യം എന്താ, അദ്ദേഹത്തിന് അതിനൊന്നും ഉള്ള ഒരു കഴിവ് ഇല്ല. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതെങ്ങനെയെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ഫിസിക്കലി അദ്ദേഹം എന്തല്ല കേപ്പബിൾ അല്ല ഒന്നിന്. അടുത്തത് 3, ക്യാൻ എ പേഴ്സൺ ബി ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ ജസ്റ്റിഫൈ യുവർ റെസ്പോൺസ്? ഒരാളെ അയാളുടെ അപ്പിയറൻസ് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പൊതി കണ്ടുകൊണ്ട് നമ്മളൊരു ബുക്കിനെ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട് അല്ലേ. അപ്പോൾ എന്താണ്? നോ, വി കനോട്ട് ജഡ്ജ് എ മാൻസ് എബിലിറ്റി ബൈ ഹിസ് അപ്പിയറൻസ്. വി കനോട്ട് ഐഡൻറ്റിഫൈ സംവൺസ് ടാലൻറ്റ് ത്രൂ ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ്. ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിലൂടെ അയാളുടെ ടാലൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നോ, ഒറിജിനൽ ടാലൻറ്റ് ലൈസ് വിത്തിൻ ഹിം. അയാളുടെ ഉള്ളിലാണ് ഒറിജിനൽ ടാലൻറ്റ് ഉള്ളത്. വി ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് ത്രൂ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. വേർഡ്സും ആക്ഷൻസും വഴിയാണ് നമുക്കത് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാട്ട് ഡു യു ലേൺ അബൌട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ചൈൽഡ്ഹുഡ്? 4th ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ഹിസ് പാരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ് വെർ നോട്ട് വെൽത്തി, ബട്ട് ദേ wanted to educate their son at Westminster Public School. But Stephen attended the St. Albans School. His father encouraged him to become a doctor, but he wanted to become a scientist. ഇതായിരുന്നു ചൈൽഡ്ഹുഡ് കാലം. 5, കമൻറ്റ് ഓൺ ഹോക്കിങ്സ് ലൈഫ് അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അറ്റ് ഫസ്റ്റ് ഹി ഫെൽറ്റ് ബോർഡ് അറ്റ് ഓക്സ്ഫോർഡ് അല്ലേ, ബോറായിരുന്നു ആദ്യം. ബൈ ദ മിഡിൽ ഓഫ് ദ സെക്കൻഡ് ഇയർ ഹി സ്റ്റാർട്ടഡ് ലൈക്കിങ് ഇറ്റ്. ഒരു സെക്കൻഡ് ഇയറിൻ്റെ പകുതി ആയപ്പോഴാണ് ഇഷ്ടമായത്. ഹി വാസ് വെരി പോപ്പുലർ ആൻഡ് വെൽ അക്സെപ്റ്റഡ് അമംഗ് ഹിസ് പിയേഴ്സ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കിടയിൽ അദ്ദേഹം വെൽ നോൺ ആണ്, വെൽ അക്സെപ്റ്റഡ് ആണ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളല്ലേ, ഒരുപാട് ഐഡിയാസ് ഉള്ള ആളല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, വാട്ട് ഒപ്പീനിയൻ ഡിഡ് ഹോക്കിങ്സ് പിയേഴ്സ് അറ്റ് ഓക്സ്ഫോർഡ് ഹാവ് അബൌട്ട് ഹിം? അപ്പോൾ ഓക്സ്ഫോർഡിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പിയർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കൂടെയുള്ള സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് എന്തായിരുന്നു അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത്? അപ്പോൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ, അതാണ് ഇവിടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഹി വാസ് വെരി പോപ്പുലർ ആൻഡ് വെൽ അക്സെപ്റ്റഡ് എമംഗ് ഹിസ് ക്ലാസ്മേറ്റ്സ്. He was lively and adaptable. He was witty, likes the classical music, science novels and sports. അദ്ദേഹത്തെ പറ്റി പറയുന്നതാണ് എന്താണ്? വെൽ അക്സെപ്റ്റഡ് ആണ്, വെരി പോപ്പുലർ ആണ്, വളരെ ലൈവ്ലിയും അഡാപ്റ്റബിൾ, പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക അല്ലെങ്കിൽ സാഹചര്യമായിട്ട് ഓക്കെ ആയി പോകുന്ന ഒരാളാണ് അദ്ദേഹം. അതിപ്പം എന്താ, പഠിപ്പിക്കുന്ന കാര്യവുമായിട്ടാണെങ്കിലും പെട്ടെന്ന് അഡാപ്റ്റബിൾ ആണ്. ഹി വാസ് വിറ്റി, ബുദ്ധിയുള്ള ആൾ, അതുപോലെ തന്നെ പിന്നെ വളരെ വിറ്റി ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമുള്ള ആളാണ്. സയൻസ് നോവൽസ്, സ്പോർട്സ്, ഇതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ ഇൻ്റലിജൻ്റ് ആണ്, വിറ്റിയാണ്, എന്താണ്, ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടമാണ്, സയൻസ് നോവൽസ്, സ്പോർട്സും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. ലൈവ്ലി ആണ്, അഡാപ്റ്റബിൾ ആണ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അക്സെപ്റ്റഡ് ആണ്, വെരി പോപ്പുലർ ആണ്. 7th ക്വസ്റ്റ്യൻ, സൈറ്റ് an example to prove that Stephen Hawking was sharp-witted. Did his wit help him anyway?
ഏതെങ്കിലും ഒരു സന്ദർഭം, അദ്ദേഹത്തിൻ്റെ വിറ്റിനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതിയേ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വിറ്റ് അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ ഒരു ഗുണം ചെയ്ത ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പഠിപ്പിച്ച പാഠത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ്? അറ്റ് ഓക്സ്ഫോർഡ് ഹോക്കിംഗ് ഗോട്ട് ഓൺലി എ ബോർഡർ ലൈൻ റിസൾട്ട് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഫസ്റ്റ് സെക്കൻഡ് ഇടയ്ക്കുള്ളൊരു ബോർഡർ ലൈനാണ് അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ കിട്ടിയത്. ബട്ട് ഇഫ് ഹി ഹാഡ് ടു ഗെറ്റ് അഡ്മിഷൻ ടു PhD അറ്റ് കേംബ്രിഡ്ജ് ഹി നീഡഡ് എ ഫസ്റ്റ്. പക്ഷേ കേംബ്രിഡ്ജിൽ PhD ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ കിട്ടണം. സോ അറ്റ് ദ ഇൻ്റർവ്യൂ ഹീ സെഡ്, ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൾ ഗോ ടു കേംബ്രിഡ്ജ്. ഇൻ്റർവ്യൂവിൽ എന്ത് പറയുന്നു? എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ ഞാൻ കേംബ്രിഡ്ജിൽ പോകും. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്. സെക്കൻഡ് കിട്ടിയാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. സോ ഐ എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗിവ് മീ എ ഫസ്റ്റ്. നിങ്ങളൊരു ഫസ്റ്റ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദെൻ ഹി ഗോട്ട് എ ഫസ്റ്റ് ആൻഡ് വെൻ ടു കേംബ്രിഡ്ജ്. അങ്ങനെയാണ് ഫസ്റ്റ് കിട്ടിയിട്ട് കേംബ്രിഡ്ജിലേക്ക് പോകുന്നത്. 8. സ്റ്റീഫൻസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. വൈ? ഓക്സ്ഫോർഡിലേക്കാൾ കഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കേംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഡ്യൂറിങ് ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് ഹി ഫൗണ്ട് ജനറൽ റിലേറ്റിവിറ്റി വെരി ടഫ്. ജനറൽ റിലേറ്റിവിറ്റി ഭയങ്കര ടഫായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഹി ഡിഡ് നോട്ട് ഹാവ് എ സിസ്റ്റമാറ്റിക് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓൾസോ. ഒരു മാത്തമാറ്റിക് ബാക്ക്ഗ്രൗണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക് ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സോ ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡിൽ ഫസ്റ്റ് ഇയർ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നല്ലോ, അതിനേക്കാൾ വേഴ്സ് ആയിരുന്നു കേംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ. 9th question, how did tragedy strike Hawking shortly after his 21st birthday? 21st ബർത്ത്ഡേക്ക് ശേഷമാണ് ഒരു ട്രാജഡി അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്തത്. അതെങ്ങനെയാണ് അദ്ദേഹത്തെ അടിച്ചിട്ട് അത് സ്ട്രൈക്ക് ചെയ്തത്? ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഹോക്കിംഗ് വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എ റെയർ ഇൻക്യൂറബിൾ ഡിസീസ് കോൾഡ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. വളരെ വളരെ റെയറായിട്ടുള്ള ഇൻക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസ് അദ്ദേഹത്തെ 21ാമത്തെ പിറന്നാളിന് ശേഷം ബാധിക്കുന്നു. ഇറ്റ് കോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ന്യൂറോസെൽസ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള ന്യൂറോസെൽസിനെ നശിപ്പിക്കുന്നതാണ് അത്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് കെയിം ഓവർ ഹോക്കിംഗ് ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഓഫ് ദി ഡിസീസ്? ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിലുണ്ടായ മാറ്റം എന്തായിരുന്നു? ആഫ്റ്റർ ദ ഡയഗ്നോസിസ് ഓഫ് ഹിസ് ഡിസീസ് സ്റ്റീഫൻ ഹോക്കിംഗ് ബിക്കെയിം ഡീപ്ലി ഡിപ്രസ്ഡ്. ഭയങ്കര ഡിപ്രസ്ഡ് ആയി. ഹീ ഫെൽറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് അൺസർട്ടൈൻ അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. കൺഫ്യൂസ്ഡ് ആയി, അതെനിക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒരു ഉറപ്പുമില്ല എന്നുള്ള അവസ്ഥയായി. ബട്ട് ലേറ്റർ ഹീ ഹാഡ് എ ചേഞ്ച് ഓഫ് ഹാർട്ട്. പിന്നീടൊരു ചേഞ്ച് ഉണ്ടാകുന്നു. ഹി ബിഗാൻ ടു സീ ദാറ്റ് ലൈഫ് വാസ് സ്റ്റിൽ വർത്ത് ലിവിങ് ആൻഡ് ദാറ്റ് ദെയർ വെർ മെനി മീനിങ്ഫുൾ തിങ്സ് ഹീ കുഡ് ഡു. അപ്പോൾ എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ? ഭയങ്കര വേർത്തായിട്ടുള്ളൊരൊന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് മീനിങ്ഫുൾ തിങ്സ് അദ്ദേഹത്തിന് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. ദിസ് ന്യൂ ആറ്റിറ്റ്യൂഡ് ഗേവ് ഹിം ഹോപ്പ് ആൻഡ് പുഷ്ഡ് ഹിം ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ഹിസ് ടൈം. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകിയത്. അതെനിക്ക് മോസ്റ്റ് ഓഫ് ടൈമിൽ അദ്ദേഹം അത് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാനും സാധിച്ചു. വാട്ട് ട്രേറ്റ് ഓഫ് ഹോക്കിങ്സ് ക്യാരക്ടർ ഡു യു നോട്ട് ഹിയർ? ഇവിടെ അദ്ദേഹത്തിൻ്റെ എന്ത് ക്വാളിറ്റി, സ്വഭാവത്തിലെ ഏത് ക്വാളിറ്റിയാണ് നിങ്ങൾ നോട്ട് ചെയ്തത്? ഏത് ക്വാളിറ്റിയാണ്? ദ ട്രേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് റെസിലിയൻസ് ഈസ് ക്ലിയർലി സീൻ ഇൻ ഹോക്കിങ്സ് ക്യാരക്ടർ ഹിയർ. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വീടിനടുത്ത് നിന്ന് വീണ്ടും എഴുന്നേൽക്കുന്ന ഒരു ക്യാരക്ടർ. ഡെസ്പൈറ്റ് ഹിസ് ഇൽനെസ് ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ്. ആണോ? ഇൽനെസ്സിനിടയിലും അദ്ദേഹം ഗിവ് അപ്പ് ചെയ്തില്ല. ഇൻസ്റ്റഡ് ഹി ഫേസ്ഡ് ചലഞ്ചസ് ബ്രേവ്ലി ആൻഡ് ഫൗണ്ട് പർപ്പസ് ഇൻ ലൈഫ്. ചലഞ്ചസ് അദ്ദേഹം ബ്രേവായിട്ട് ഫേസ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് പർപ്പസുകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഹിസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്ട്രോങ് വിൽ പവർ ഹെൽപ്ഡ് ഹിം ഓവർകം ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ്. ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും സ്ട്രോങ് വിൽ പവറും ഒക്കെയാണ് അദ്ദേഹത്തെ ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സഹായിച്ചത്. 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ജെയിൻസ് ഇംപ്രഷൻ ഓഫ് ഹോക്കിംഗ്? ഹോക്കിങ്ങിനെ പറ്റി ജെയിനിൻ്റെ ഇംപ്രഷൻ എന്തായിരുന്നു? ജെയിൻ ഫൗണ്ട് ഹോക്കിംഗ് ടു ബി വെരി ഇൻ്റലിജൻറ്റ്, എക്സെൻട്രിക് ആൻഡ് എ ബിറ്റ് അറഗൻറ്റ് ബട്ട് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സാണ് ഇൻ്റലിജൻ്റ് ആണ്, എക്സെൻട്രിക് ആണ്, ബിറ്റ് അറഗൻ്റ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിങ്ങും വിറ്റിയുമായിട്ടുള്ള ആളാണ്. ആരുടെ കാഴ്ചപ്പാടിൽ? ജെയിനിൻ്റെ കാഴ്ചപ്പാടിൽ. ഈവൻ വെൻ ഹി വാസ് ഇൻ എ പുവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ഹി വാസ് നോട്ട് ഡിസ്കറേജ്ഡ്. അദ്ദേഹം ഭയങ്കര പുവർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ മെൻ്റൽ സ്റ്റേറ്റിലാണെങ്കിൽ പോലും ഡിസ്കറേജ്ഡായി അദ്ദേഹം പോയിട്ടില്ല. ഹി അഡ്മയർഡ് ഹിസ് മൈൻഡ് ആൻഡ് ഷീ അഡ്മയർഡ് ഹിസ് മൈൻഡ് ആൻഡ് ഹാഡ് ഫെയ്ത്ത് ദാറ്റ് ടുഗെദർ ദേ കുഡ് ബിൽഡ് സംതിങ് വർത്ത് വൈൽ.
അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡിനെ അവൾ അഡ്മയർ ചെയ്തു. അതുപോലെ തന്നെ എങ്ങനൊരു വിശ്വാസമുണ്ടായിരുന്നു, അവർക്ക് ഒരുമിച്ച് സംതിങ് വർത്ത് വെയിൽ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. ഇനി റൈറ്റ് എ നോട്ട് ഓൺ ദ ക്യാരക്ടർ ഓഫ് ജെയിൻ. ഇനി ജെയിനിൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒരു നോട്ട് എഴുതിയേ. ജെയിൻ വാസ് എ കൈൻഡ്, സ്ട്രോങ് മൈൻഡഡ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ. വളരെ കൈൻഡാണ്, അതുപോലെ സ്ട്രോങ് മൈൻഡഡ് ആണ്, ഒപ്റ്റിമിസ്റ്റിക്, എന്തും ശുഭമായിട്ട് നടക്കും എന്നുള്ള ചിന്തയുള്ള ആളാണ്. ഭയങ്കര ഈശ്വരവിശ്വാസിയാണെന്ന് പറഞ്ഞു. ഷീ ഹാഡ് ഡീപ്പ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഫ്രം ഹാർഡ്ഷിപ്പ്. കഷ്ടപ്പാടുകൾക്കിടയിലേ ഗുഡ് വരൂ എന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈവൻ വെൻ ഹോക്കിംഗ് വാസ് ഇൻ എ പത്തറ്റിക് സ്റ്റേറ്റ് ഷീ സ്റ്റുഡ് ബൈ ഹിം വിത്ത് കെയർ ആൻഡ് സപ്പോർട്ട്. ഹോക്കിംഗ് ഒരു പത്തറ്റിക് സ്റ്റേജിലായിരുന്നപ്പോൾ പോലും അവർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. ഹെർ ഹോപ്പ്ഫുൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്വയറ്റ് സ്ട്രെങ്ത് ഹെൽപ്ഡ് ഹോക്കിംഗ് റിഗെയിൻ ഹിസ് വിൽ ടു ലിവ്. അവരുടെ ആ ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും സ്ട്രെങ്ത്തും ഒക്കെയാണ് ഹോക്കിങ്ങിനെ വീണ്ടും ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു വില്ല് ഉണ്ടാക്കിയെടുത്തത്. ജെയിൻസ് ലവ്, പേഷ്യൻറ്റ് ആൻഡ് ബിലീഫ് പ്ലേഡ് എ ബിഗ് റോൾ ഇൻ ഷേപ്പിംഗ് ഹോക്കിൻസ് ഫ്യൂച്ചർ. ഹോക്കിങ്ങിൻ്റെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാനായിട്ട് ആ ജെയിനിൻ്റെ ലവും പേഷ്യൻസും ബിലീഫും ഒക്കെ ഒരുപാട് പങ്ക് വഹിച്ചു. ഇനി 14 മക്കളെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. നമ്മുടെ ചാനലിൽ ഒരു 4 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആകാറായി ഒക്കെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കുക. ഹൗ ഡിഡ് ജെയിൻസ് ഒപ്റ്റിമിസം ഇൻഫ്ലുവൻസ് ഹോക്കിംഗ്? ശരിയാകും, എല്ലാം ഓക്കെ ആകും എന്നുള്ളൊരു ചിന്ത അത് അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ജെയിൻസ് ഒപ്റ്റിമിസം ഗേവ് ഹോക്കിംഗ് ഹോപ്പ് ആൻഡ് സ്ട്രെങ്ത് ഡ്യൂറിങ് എ ഡാർക്ക് ടൈം ഇൻ ഹിസ് ലൈഫ്. ജീവിതത്തിലെ ഡാർക്ക് ടൈമിൽ മുന്നോട്ട് പോകാനായിട്ട് ഇത് സഹായിച്ചു, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുത്തു. ഹെർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹെൽപ്പ് ഹിം റീഗെയിൻ ഹിസ് വിൽ ടു ലിവ് ആൻഡ് ഫൈൻഡ് പർപ്പസ് അഗെയിൻ. അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് തോന്നിയത്? ഈ ഒരു ജീവിക്കണം എന്നുള്ളൊരു വില്ല് ഉണ്ടാക്കിയെടുത്തതും അതുപോലെ പർപ്പസ്, എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു പർപ്പസ് ഉണ്ടാക്കിയെടുത്തത്. ഷീ ബിലീവ് ദാറ്റ് ദേ കുഡ് ബിൽഡ് സംതിങ് വർത്ത് വെൽ ടുഗെദർ ആൻഡ് ദാറ്റ് ബിലീഫ് മെയ്ഡ് എ ബിഗ് ഡിഫറൻസ് ടു ഹോക്കിംഗ്. ഞങ്ങൾക്ക് ഒരുമിച്ച് എന്തെങ്കിലും ഒരു നല്ല ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം, അതാണ് അദ്ദേഹത്തെയും ബിഗ് ഡിഫറൻസ് ഉണ്ടാക്കി മാറ്റിയത്. ഹെർ സപ്പോർട്ട് ഹെൽപ്ഡ് ഹിം ഫേസ് ഹിസ് ഇൽനെസ് ബ്രേവ്ലി ആൻഡ് ഫോക്കസ് ഓൺ ഹിസ് വർക്ക് ആൻഡ് ഗോൾസ്. അദ്ദേഹത്തിൻ്റെ അസുഖത്തെ ബ്രേവായിട്ട് നേരിടാനായിട്ട് ഇവരുടെ ഒരു സപ്പോർട്ട് സഹായിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കും ഗോൾസിലും ഒക്കെ ഫോക്കസ് ചെയ്യാനും ഈ ഒരു ലേഡിയുടെ സപ്പോർട്ട് സഹായിച്ചു, ജെയിനിൻ്റെ സപ്പോർട്ട് സഹായിച്ചു. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഈസ് സ്റ്റീഫൻ ഹോക്കിംഗ് റിയലി എ ഗ്രേറ്റ് മൈൻഡ് ഓൺ പാർ വിത്ത് ദ ലൈക്സ് ഓഫ് ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓൺ പാർ വിത്ത് എന്ന് വെച്ചാൽ ഒരേ നിലവാരത്തിലുള്ള, തുല്യം നിൽക്കുന്ന എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം നമ്മുടെ ഐൻസ്റ്റീൻ്റെയും ന്യൂട്ടൻ്റെയും ഒക്കെ അതേപോലെയുള്ള ഒരു IQ ലെവലും അതുപോലെ തന്നെ ബുദ്ധിയുമൊക്കെ ഉള്ള, അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു മൈൻഡിന് ഉടമയാണോ? അല്ലേ? ആര്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? യെസ്, സ്റ്റീഫൻ ഹോക്കിംഗ് ഈസ് വൈഡ്ലി കൺസിഡേർഡ് എ ഗ്രേറ്റ് മൈൻഡ് ഓൺ പാർ വിത്ത് ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ ഇൻ ടേംസ് ഓഫ് ഹിസ് പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ തിയറട്ടിക്കൽ ഫിസിക്സ്. തിയറട്ടിക്കൽ ഫിസിക്സിലെ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് അതൊക്കെ വെച്ച് ഉറപ്പായിട്ടും അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അല്ലേ? ഇവർക്കൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഹി പുഷ്ഡ് ദ ബൗണ്ടറീസ് ഓഫ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബ്ലാക്ക് ഹോൾസ് ആൻഡ് ദ യൂണിവേഴ്സസ് ഒറിജിൻ. അല്ലേ? ബ്ലാക്ക് ഹോളിനെ പറ്റി, യൂണിവേഴ്സിൻ്റെ ഒറിജിനെ പറ്റി, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരു ബൗണ്ടറി ഇല്ലേ, ഇതൊക്കെ മാറ്റിമറിച്ചത് അദ്ദേഹമാണ്. ഫേമസ്ലി പ്രൊപ്പോസിങ് ദാറ്റ് ബ്ലാക്ക് ഹോൾസ് എമിറ്റ് റേഡിയേഷൻ, ബ്ലാക്ക് ഹോൾസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രൊപ്പോസിങ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഐൻസ്റ്റീൻ ആൻഡ് ന്യൂട്ടൺ ഹി എയിം ടു ഫൈൻഡ് ദ തിയറി ഓഫ് എവറിത്തിങ്. ഐൻസ്റ്റീനെ ന്യൂട്ടനെ പോലെ എല്ലാത്തിൻ്റെയും തിയറി കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആൻഡ് യൂണിഫൈഡ് കോംപ്ലക്സ് കോൺസെപ്റ്റ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അദ്ദേഹം യൂണിഫൈ ചെയ്തു. സിമെൻറ്റിങ് ഹിസ് ലെഗസി ആസ് എ ബ്രില്യൻ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് സയൻറ്റിഫിക് ഫിഗർ. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ എന്തിനും അദ്ദേഹം ഉറപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഫിഗറാണ് എന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ചു അദ്ദേഹം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഡെൽറ്റ് വിത്ത് ഇൻ ഹോക്കിങ്സ് ബുക്ക്. ഹോക്കിങ്ങിൻ്റെ ബുക്ക് ഏതാണ്? ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. നമുക്കൊരു കുറേ എണ്ണം ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന എഴുതുക.
Where did the universe come from? Is the universe infinite or does it have boundaries? Infinite ആണോ അതോ ബൗണ്ടറി ഉണ്ടോ? Will the universe come to an end? If so, how? ഇനി is there a complete theory that explains everything in the universe? Is there a beginning of time? Can time run backward? Empty space is not really empty. Black holes are not completely black. Two major scientific theories may not fit together perfectly. Cruel situations can lead to happiness and success may come with struggle. ഇതൊക്കെ അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. വായിച്ചാൽ അർത്ഥം മനസ്സിലാകുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. എളുപ്പമായിട്ടുള്ള കാര്യമാണ്. 17. വാട്ട് കുഡ് ഹാവ് ബീൻ ദ മിസ്ഗിവിങ്സ് ഓഫ് ജെയിൻ? ജെയിനിൻ്റെ മിസ്ഗിവിങ്സ് എന്തൊക്കെയായിരുന്നു? ജെയിൻസ് മിസ്ഗിവിങ്സ് വെയർ അബൌട്ട് ദ tracheotomy operation that would save Hawking's life but take away his ability to speak. അപ്പോൾ ട്രക്കിയോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് പോകുമോ, ആ ഒരു സ്പീക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ആ ഒരു ചിന്ത. She feared it would make communication hard and affect his quality of life and their future together. ഉറപ്പായിട്ടും ശബ്ദം പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് ബാധിക്കും, അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തെ അത് ബാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. സ്റ്റിൽ ഷീ ബ്രേവ്ലി എഗ്രീഡ് ഷോയിങ് ഹർ ഡീപ്പ് കെയർ ആൻഡ് സ്ട്രെങ്ത്. എഗ്രി ചെയ്തു, അവരുടെ ഡീപ്പ് കെയറും സ്ട്രെങ്തും ഒക്കെ കാണിച്ചുകൊണ്ട് അവരത് എഗ്രി ചെയ്തു. അടുത്ത 18. ഹൗ കുഡ് ഹീ ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ആഫ്റ്റർ ദ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ? ഈ ട്രക്കിയോട്ടമി ഓപ്പറേഷന് ശേഷം അദ്ദേഹം എങ്ങനെയാണ് ഈ ഡിഫിക്കൽട്ടീസിനെയൊക്കെ ഓവർകം ചെയ്തത്? സംസാരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എങ്ങനെ? ആഫ്റ്റർ ദ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഓവർകെയിം ഹിസ് ഡിഫിക്കൽട്ടീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം കോൾഡ് ദി ഇക്വലൈസർ. ഇക്വലൈസർ എന്നൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഓപ്പറേഷന് ശേഷം അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സെൻഡ് ബൈ എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് വോൾട്ടോസ്. അപ്പോൾ ഇത് അയച്ചു കൊടുത്തത് ആരാണ്? ഈ ഒരു പ്രോഗ്രാം വോൾട്ടോസ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ദിസ് പ്രോഗ്രാം അലൗഡ് ഹിം ടു സെലക്ട് വേർഡ്സ് ഫ്രം എ സ്ക്രീൻ ആൻഡ് ഫ്രം സെൻറ്റൻസസ് ആൻഡ് ഫോം സെൻറ്റൻസസ്. സ്ക്രീനിൽ നിന്ന് വേർഡ്സ് സെലക്ട് ചെയ്ത് സെൻറ്റൻസ് ഫോം ചെയ്യാൻ സാധിക്കും. ഹോക്കിംഗ് ഇരിക്കുന്ന വീൽ ചെയറിൻ്റെ ഫ്രണ്ടിലൊരു സ്ക്രീനും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ പിക്ചർ? നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. വിത്ത് ദിസ് ടെക്നോളജി ആൻഡ് ദ സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡൻറ്റ് ബ്രെയിൻ വിറ്റ് ഹി വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ഹിസ് ബുക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ഒരു ടെക്നോളജിയോടും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ വിറ്റിൻ്റെ സഹായത്തോടു കൂടിയുമാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അത് അവരുടെ സഹായത്തോടു കൂടി ഹി വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ഹിസ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആൻഡ് കണ്ടിന്യൂ ഹിസ് വർക്ക്. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റിയത് ഈ ടെക്നോളജിയും അതുപോലെ സ്റ്റുഡൻ്റെ പേരെന്താണ്? ബ്രെയിൻ വിറ്റ് കേട്ടോ. ഇനി 19. മെൻഷൻ സം ഓഫ് ദ യുണീക്ക് ഐഡിയാസ് ആൻഡ് പാരഡോക്സസ് പുട്ട് ഫോർവേഡ് ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്. വളരെ യുണീക്കായിട്ടുള്ള ഐഡിയാസ്, അതിനൊക്കെ പാരഡോക്സ്, നമുക്ക് കേട്ടാലും ഇതെന്ത് വിരോധമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് അങ്ങനെ വരുന്ന എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2 തമ്മിൽ ചേരാത്ത 2 ചേർത്ത് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുക. ഏത് ബുക്കിലാണ്? നേരത്തെ ഞാൻ ലിസ്റ്റ് ചെയ്തില്ലേ, അതിനകത്ത് അതുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സ് ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എക്സ്പ്ലോർസ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ യൂണിവേഴ്സ്. അതൊക്കെയാണ് ആ ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ 16ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിലുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അതെന്താണ്? ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എക്സ്പ്ലോർസ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ പറയുന്നത്. സച്ചസ് ഇറ്റ്സ് ഒറിജിൻ, അതിൻ്റെ ഒറിജിനെ പറ്റി, വെദർ ഇറ്റ് ഹാസ് ബൗണ്ടറീസ് ഉണ്ടോ, ആൻഡ് ഇറ്റ്സ് ഇവൻച്വൽ ഫേറ്റ്, അതിൻ്റെ ഒരു ഫേറ്റിനെ പറ്റി. He discusses paradoxical ideas like empty space is not empty. എംറ്റി സ്ഥലമാണ് പക്ഷേ എംറ്റി അല്ല, ഓപ്പോസിറ്റ്. അതെങ്ങനെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റും? അതാണ് പാരഡോക്സിക്കൽ ഐഡിയാസ്. പിന്നെ ആൻഡ് ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക്. പിന്നെ ദ ബുക്ക് ഓൾസോ ടച്ചസ് ഓൺ ദ നേച്ചർ ഓഫ് ടൈം, ക്വസ്റ്റ്യനിങ് ഇഫ് ഇറ്റ് ഹാസ് എ ബിഗിനിങ് ഓർ ഇഫ് ഇറ്റ് കുഡ് റൺ ബാക്ക്വേർഡ്. ടൈം അതിന് ബിഗിനിങ് ഉണ്ടോ അതോ തിരിച്ചു പോകാമോ എന്നുള്ള ചിന്ത. ആൻഡ് റിഫ്ലെക്ട്സ് ഓൺ ഹൗ ക്രൂവൽ സർക്കംസ്റ്റൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. ക്രൂവൽ സർക്കംസ്റ്റൻസസ് എങ്ങനെ ഹാപ്പിനെസ്സിലേക്ക് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഉണ്ട്. അതാണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 20th ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഹോക്കിങ്സ് ആറ്റിറ്റ്യൂഡ് ടു ഹിസ് ഡിസബിലിറ്റി? ഹൗ ഡു യു എസ്റ്റിമേറ്റ് ഇൻ എ വൈഡർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്
ഈ ഒരു വൈഡർ സോഷ്യൽ കോണ്ടക്സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിസബിലിറ്റിയോട്ടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കത് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുക? മൊത്തത്തിൽ നമ്മുടെ ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? അപ്പോൾ നോക്കൂ, സ്റ്റീഫൻ ഹോക്കിങ്സ് ആറ്റിറ്റ്യൂഡ് ടു ഹിസ് ഡിസബിലിറ്റി വാസ് ബ്രേവ്, പോസിറ്റീവ് ആൻഡ് ഡിറ്റർമിൻഡ്. ബ്രേവ് ആണ്, പോസിറ്റീവാണ്, ഡിറ്റർമിൻഡ് ആണ്. ഹി ചോസ് ടു ഫോക്കസ് ഓൺ വാട്ട് ഹി കുഡ് ഡു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തു. റാദർ ദാൻ വാട്ട് ഹി ഹാഡ് ലോസ്റ്റ്. നഷ്ടപ്പെട്ടത് എന്താണ് എന്നോർത്ത് കരഞ്ഞില്ല. ഇനി എന്ത് ചെയ്യാൻ, എന്തിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു. ഹി കണ്ടിന്യൂഡ് ഹിസ് റിസർച്ച്, റോഡ് ബുക്സ് ആൻഡ് ഇൻസ്പയർഡ് പീപ്പിൾ അറൗണ്ട് ദി വേൾഡ്. റിസർച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. പിന്നെ ബുക്കുകൾ എഴുതി ഒരു ലോകത്തെമ്പാടുമുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്തു, ഇൻസ്പയർ ചെയ്തു. ഹി ഡിഡ് നോട്ട് ലെറ്റ് ഹിസ് ഫിസിക്കൽ കണ്ടീഷൻ ഡിഫൈൻ ഹിം ഓർ ലിമിറ്റ് ഹിസ് ഗോൾസ്. ഫിസിക്കൽ കണ്ടീഷനെ, അദ്ദേഹത്തിൻ്റെ ഗോൾസിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെയോ ലിമിറ്റ് ചെയ്യാനോ ഡിഫൈൻ ചെയ്യാനോ ഒന്നും അദ്ദേഹം സമ്മതിച്ചില്ല. എൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ട്, ഈ ഇത്രയും ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് ശരീരം പറയുന്നു നീ ഇതൊന്നും ചെയ്യണ്ട. അങ്ങനെ പറ്റത്തില്ല, എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻ എ വൈഡർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഹോക്കിങ്സ് ആറ്റിറ്റ്യൂഡ് ടീച്ചസ് ദാറ്റ് ഡിസബിലിറ്റി ഡസ് നോട്ട് മീൻ ഇന്നബിലിറ്റി. വെരി ഗുഡ്. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ആണ് എന്നല്ല അർത്ഥം. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുറവാണ്, എൻ്റെ അർത്ഥം കഴിവില്ല എന്ന് അല്ല. ഹിസ് ലൈഫ് പ്രൂവ്സ് ദാറ്റ് വിത്ത് ദ റൈറ്റ് സപ്പോർട്ട്, ടൂൾസ് ആൻഡ് മൈൻഡ് സെറ്റ്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. അപ്പോൾ ചുമ്മാ ഒറ്റയ്ക്ക് തീരെ വയ്യാത്ത ഒരാൾ ഒരു മുറിയിൽ കട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു സപ്പോർട്ടും ഒന്നുമില്ലാതെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആരുടെയെങ്കിലൊക്കെ സപ്പോർട്ട് വേണം, നല്ല ടൂൾസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ, നല്ല മൈൻഡ് സെറ്റ്, ആദ്യമേ അവനവന് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഹി ബിക്കേം എ സിംബൽ ഓഫ് സ്ട്രെങ്ത്, ഹോപ്പ് ആൻഡ് പോസിബിലിറ്റി ഫോർ മില്യൺസ് അറൗണ്ട് ദ ഗ്ലോബ്. ഈ ഗ്ലോബിലുള്ള മില്യൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് തരത്തിലുള്ള പോസിബിലിറ്റിയും ഹോപ്പും സ്ട്രെങ്ത്തും ഒക്കെ നൽകിയിട്ടുള്ള ആളാണ് സ്റ്റീഫൻ ഹോക്കിങ്. ഇത്രയുമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. ആക്ടിവിറ്റി നമ്മൾ തന്നു കഴിഞ്ഞു. അടുത്ത പാഠം ഇഫാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസൊക്കെ നോക്കട്ടെ, ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. എടുക്കാത്ത ചാപ്റ്ററൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിടുക്കാനായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.